കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വ്യാജരേഖ ചമയ്ക്കൽ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയതായി പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. വകുപ്പ് ഉൾപ്പെടുത്താത്തതിനെ ഹൈക്കോടതി നേരത്തെ വിമർശിച്ചിരുന്നു. എന്തുകൊണ്ട് പരാതിക്കാരനെ വാദിയാക്കിയില്ല എന്ന് ചോദിച്ച ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചു. ഹർജി വീണ്ടും തിങ്കളാഴ്ച പരിഗണിക്കും. അഹമ്മദ് മുസ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുസ്തബ, ഇനിയിപ്പോൾ ഈ ഹർജി എപ്പോഴായിരിക്കും കോടതി പരിഗണിക്കുക? വിവരങ്ങൾ എന്തൊക്കെ? അമൃത, പ്രധാനമായും ഈ കേസിൽ കഴിഞ്ഞ തവണയൊക്കെ കേസ് പരിഗണിച്ചൊരു സാഹചര്യത്തിൽ വ്യാജരേഖ ചമക്കൽ, അതോടൊപ്പം തന്നെ മതസ്പർദ്ധ വളർത്തൽ, ഈ രണ്ട് വകുപ്പുകൾ പോലീസ് ചുമത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പരാതിക്കാരൻ മുഹമ്മദ് കാസിം കോടതിയെ അറിയിച്ചിരുന്നത്. ഇന്നെന്തായാലും കഴിഞ്ഞ തവണ അത് സംബന്ധിച്ച് ചുമത്തുന്നതിൻ്റെ സാങ്കേതികത കോടതി പോലീസിനോട് ആരായുകയും ചെയ്തിരുന്നു. ഇന്നെന്തായാലും പോലീസ് വ്യാജരേഖ ചമക്കൽ കുറ്റം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കോടതിയെ അറിയിച്ചു. അതനുസരിച്ചാണ് എന്തായാലും മറ്റു നടപടികളിലേക്ക് കോടതി പോകുന്നത്. എന്തായാലും ഇന്ന് ഈ കേസിന്റെ അന്തിമവാദം കേൾക്കുമെന്നായിരുന്നു ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പരാതിക്കാരൻ മറ്റൊരു വാദം കൂടി ഉന്നയിച്ചു. അതായത് തനിക്ക് ഈ കേസിൽ വാദിയായി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതൊരു കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോഴാണ് കോടതി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വാദിയായി അദ്ദേഹത്തെ എഫ്ഐആറിൽ ഉൾപ്പെടുത്താത്തെന്നൊരു കാര്യം കോടതി പോലീസിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ആ വിശദീകരണം കൂടി കേട്ട ശേഷമായിരിക്കും അടുത്ത ദിവസം കേസ് പരിഗണിക്കുക. തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. തിങ്കളാഴ്ച ആയിരിക്കും ഒരുപക്ഷെ ഇന്ന് മാറ്റിവെച്ച കേസിൽ, എന്തായാലും ഇന്ന് അന്തിമവാദം നടക്കേണ്ട കേസിൽ എന്തായാലും ഹൈക്കോടതിയിൽ അന്തിമവാദം ഉണ്ടാവുക. അതിനുശേഷം പോലീസിന്റെ വിശദീകരണം കൂടി കേട്ട ശേഷം കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമവാദം തിങ്കളാഴ്ച കേൾക്കും. അമൃത. ശരി, അഹമ്മദ് മുസ്തബയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.